ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്യൂലൈസ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ടോപ്പിക് ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ UGC നെറ്റ് പേപ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു സിലബസ് മാത്രമാണ് കമ്മ്യൂണിക്കേഷനിലുള്ളത്, കുറച്ച് ടോപ്പിക്കുകൾ മാത്രം. അതായത് കമ്മ്യൂണിക്കേഷൻ, മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ കൾച്ചർ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഉള്ളത്. ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ വളരെ ഡെപ്തിൽ നിന്ന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. ബാരിയേഴ്സിൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ രീതി പറയുമ്പോൾ വളരെ സിലബസ് വൈസ് വളരെ ഷോർട്ടാണ്, ഫെമിലിയർ ആണ്. ഈവൻ ദോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു രീതി പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാവുന്ന ഒരു ടോപ്പിക് ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സിൽ നിന്നുമാണ്. അതായത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ചോദിക്കാറുണ്ട്. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സുകൾ, എൻകോഡിങ് എന്താണ്, ഡീകോഡിങ് എന്താണ്, തുടങ്ങിയിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകളൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ മെൻഷനിങ് ദി ബേസിക്സ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ്, റൈറ്റ്? അപ്പോൾ നമുക്ക് ആദ്യം കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എന്താണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോട്ട് ഒരു ഇൻഡിവിജ്വലിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മനസ്സിലുള്ള എന്തോ ഒരു കാര്യം നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു. ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ആൻ ഐഡിയ ഓർ എ തോട്ട് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. Okay, so communication, the term communication is derived from the Latin word communis, communicare. ഇതിന് ഇങ്ങനെയുള്ള ചില ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഈ ടേം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് കോമൺ എന്നാണ്. കോമൺ ആക്കുക, മറ്റുള്ളവരൊക്കെ എത്തിക്കുക, ആ ഒരു പ്രോസസ്സാണ് കോമൺ. അതെന്നുള്ള ആ ഒരു ടേബിളിൽ നിന്നുമാണ് കമ്മ്യൂണിക്കേഷൻ എടുത്തിരിക്കുന്നത്. സോ ദിസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ടു മേക്ക് കോമൺ ഫാക്ട്സ്, ഇൻഫർമേഷൻസ്, തോട്ട്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, നമ്മളുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ മീൻസ് ടു മേക്ക് കോമൺ ഫാക്ട്സ്, ഇൻഫർമേഷൻ, തോട്ട്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദെയർഫോർ ആൻ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, മെസ്സേജസ്, ഇൻഫർമേഷൻ എക്സെട്ര ബൈ വേ ഓഫ് സ്പീച്ച്, സിഗ്നൽസ് ഓർ ഇൻ റൈറ്റിംഗ്. ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഇത്തരത്തിൽ ഇൻഫർമേഷൻ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സ്, അത് സ്പീച്ചിലൂടെ ആകാം, സംസാരത്തിലൂടെ ആകാം, അല്ലെങ്കിൽ സിഗ്നലുകൾ കൊടുത്തുകൊണ്ട് സെമാൻറ്റിക് ആയിട്ടോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാകാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഓക്കെ, സോ ഇൻഫർമേഷൻ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു വേ, അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ പ്രോസസ്സ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ ഇതൊരു ടു വേ പ്രോസസ് ആയിരിക്കണം. ഒരു ഇൻഡിവിജ്വൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവണം. ഫീഡ്ബാക്ക് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഇൻഇഫക്റ്റീവാണ്. ഫീഡ്ബാക്കോട് കൂടുമ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ ഫീഡ്ബാക്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു ഒരു ചെറിയ ഡെഫിനേഷൻ നിങ്ങൾക്കൂടെ കാണാം. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു ക്രിയേറ്റ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഒരു സിമ്പിൾ ഡെഫിനേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെല്ലിംഗ് ഉണ്ടാവും, ലിസണിങ് ഉണ്ടാവും, ദെൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടാവും. അത് വഴി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിയോട് എന്താണോ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്ന ആ കാര്യം സെക്കൻഡ് പാർട്ടിയിൽ എത്തണം. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഫീഡ്ബാക്കിന് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത് ആൻ ഇമ്പൾസ്. എവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പൾസിലാണ്, ഒരു മോട്ടിവേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ മോട്ടിവേഷൻ? എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു തോന്നൽ, റൈറ്റ്, എനിക്കൊരു കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കണം എന്നുള്ള ആ എൻ്റെ ഒരു മോട്ടിവേഷൻ, അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എൻ ഇമ്പൾസ്. ഒരു ചെറിയ ഷെയർ ചെയ്യാനുള്ള ഒരു പ്രേരണ, ആ ഒരു ലെവലിലാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത് ആൻ ഇമ്പൾസ് ടു പാസ് ഓൺ എ മെസ്സേജ് മെയ്ഡ് ബൈ എ
ബൈ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. നമ്മളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മെസ്സേജ് സെക്കൻഡ് പാർട്ടിയിലേക്ക് ഷെയർ ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ, അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇൻ ദി പ്രോസസ് ഓഫ് എൻകോഡിങ്. സോ കമ്മ്യൂണിക്കേഷൻ്റെ ആ പ്രോസസ്സ് പറയുകയാണെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു? എൻ്റെ ഉള്ളിലുള്ള ഒരു ഇമ്പൾസ്, ഐ വാണ്ട് ടു ഷെയർ ദി ഇൻഫർമേഷൻ ടു സമൺ എൽസ്, അങ്ങനെയുള്ളൊരു തോന്നൽ. ആ ഒരു മോട്ടിവേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പിന്നെ എന്ത് സംഭവിക്കുന്നു? പല സ്റ്റേജുകളിലൂടെ കടന്നാണ് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യത്തെ അവിടെ ഒരു ഇമ്പൾസ് ഉണ്ടാവണം, ദാറ്റ് മീൻസ് സെൻറ്റർ ഉണ്ടാവണം. സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്നൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം, ആ ഒരു പ്രേരണ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അവിടെ ഒരു മെസ്സേജ് ഉണ്ടാവണം. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഐഡിയ ഞാനൊരു ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ മാത്രമേ എനിക്ക് സെക്കൻഡ് പാർട്ടിയിലേക്ക് കൺവേ ചെയ്യാൻ പറ്റൂ. എൻ്റെ ഉള്ളിലുള്ള തോന്നലിനെ ഞാനൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഒരു കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ആ മെസ്സേജിനെ മാറ്റുന്നു, വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കോഡിലേക്ക് അതിനെ മാറ്റുന്നു. അതാണ് എൻകോഡിങ്. എൻകോഡിങ് ഒരു ചാനൽ വഴി സെക്കൻഡ് പാർട്ടിയിലേക്ക്, എൻകോഡ് ആയിട്ടുള്ള ആ മെസ്സേജ് ഒരു ചാനൽ വഴി സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തുന്നു. സെക്കൻഡ് പാർട്ടി എന്ത് ചെയ്യും? ഇത് കോഡാണ്. ആ കോഡ്, ലാംഗ്വേജ് ഇസ് എ കോഡ്, റൈറ്റ്? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോഡാണ്. ആ കോഡ് സെക്കൻഡ് പാർട്ടി വായിച്ച് മനസ്സിലാക്കുവാണ്. മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിയിട്ടുള്ള ആ മെസ്സേജിനെ അദ്ദേഹം വായിച്ച് മനസ്സിലാക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സാണ് ഡീകോഡിങ്. ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലായി, മനസ്സിലെത്തിക്കഴിഞ്ഞു, റൈറ്റ്? അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യണം. ആ റെസ്പോൺസാണ് നോർമലി ഫീഡ്ബാക്ക് നമ്മൾ പറയുന്നത്. സോ ഒരു കാര്യം അദ്ദേഹത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് ഉണ്ടായാൽ മാത്രമേ ആ മെസ്സേജ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ ആ ഫീഡ്ബാക്ക് എലമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു കമ്മ്യൂണിക്കേഷൻ. ആ ഫീഡ്ബാക്ക് കൂടി ചേരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങൾക്ക് ആ പ്രോസസ്സ് ഇവിടെ കാണാം. സി, ഫസ്റ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ദി കമ്മ്യൂണിക്കേഷൻ വിത്ത് ഒന്നെങ്കിൽ സെൻറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറയാം. ബിക്കോസ് ഇമ്പൾസ് എന്താണ്? സെൻറ്ററിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു മെസ്സേജ്. ചില ഓതേഴ്സ് മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറയും, എങ്ങനെ വേണമെങ്കിലും പറയാം. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് മെസ്സേജ് ഉള്ളത്. മെസ്സേജ് വന്നതിന് ശേഷമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള താല്പര്യം വരുന്നത്, റൈറ്റ്? സോ ആ ഇമ്പൾസ് ആണ് ഫസ്റ്റ് വരേണ്ടത്. സോ സെൻറ്റർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്ത് ചെയ്യും? അദ്ദേഹം എൻകോഡ് ചെയ്യുന്നു. എൻകോഡിങ് മീൻസ് ഐഡിയയെ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. കോഡിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ ആ എഴുതുന്ന പ്രോസസ്സാണ് എൻകോഡിങ്. എൻകോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി എ മീഡിയം ടു ട്രാൻസ്ഫർ ദിസ് മെസ്സേജ്. മെസ്സേജ് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു മീഡിയം ഉണ്ടാവണം. ആ മീഡിയം എന്ന് പറയുന്നത് മേ ബി ടെലിഫോൺ ആകാം, മൊബൈൽ ഫോൺ ആകാം, ഓർ ഇപ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എയർ ഇറ്റ് സെൽഫ് ഇസ് എ മീഡിയം. എയർ തന്നെ ഒരു മീഡിയം ആയിട്ട് പറയാം. അപ്പോൾ അത്തരത്തിലൊരു മീഡിയത്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്. സോ ഒരു മീഡിയം അവിടെ ഉണ്ടാവണം. മീഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡീകോഡിംഗ് ആണ്. അതായത് റിസീവറിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റിൽ റിസീവർ എന്ത് ചെയ്യും? ആ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അതായത് കോഡിൽ കിടക്കുന്ന, ലാംഗ്വേജിൽ കിടക്കുന്ന ഇൻഫർമേഷനെ അദ്ദേഹം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ലാംഗ്വേജിനെ ഐഡിയ ആക്കി മാറ്റുന്നു, ലാംഗ്വേജിനെ നോളജാക്കി മാറ്റുന്നു. ആ ഒരു പ്രോസസ്സാണ് ഡീകോഡിംഗ്. ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മെസ്സേജ് ആരിലെത്തി? റിസീവറിലെത്തി. റിസീവർ ഇനി അതിന് റെസ്പോണ്ട് ചെയ്യണം. മേ ബി അദ്ദേഹം മറുപടി പറയുന്നതാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ഉത്തരം കൊടുക്കുന്നതാകാം, എന്ത് വേണമെങ്കിലും ആകാം. അതാണ് റെസ്പോൺസ് എന്ന് പറഞ്ഞത്. ആ റെസ്പോൺസ് സെയിം വേ തന്നെയാണ്. റെസ്പോണ്ട് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനെ അദ്ദേഹം എൻകോഡ് ചെയ്യണം. എൻകോഡ് ചെയ്തതിന് ശേഷം ഒരു ചാനലിലേക്ക് വിടണം. ചാനൽ വഴി റിസീവറിലേക്ക് എത്തുന്നു. റിസീവർ അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുന്നു, റൈറ്റ്? അവിടെയും ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഒരു 2-way പ്രോസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഫ്രം ദി സെൻറ്റർ ടു ദി റിസീവർ ആൻഡ് റിസീവർ ടു ദി സെൻറ്റർ. റിസീവർ ടു ദി സെൻറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ റിസീവർ ആരായി മാറും? സെൻറ്ററായി മാറും. ബിക്കോസ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് മെസ്സേജ് അയക്കുന്നത്. അദ്ദേഹം റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് മാറിയിട്ട് എന്തായി മാറും? സെൻറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. റിസീവറിൽ നിന്ന് സെൻറ്ററിലേക്ക് മാറുന്നു. ഓക്കെ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദർ മേ ബി സം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ലൈക്ക് നോയ്സ്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ടാകാം. ആ തടസ്സങ്ങൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രോസസ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ കുറച്ച് മുമ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. സി, കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത് ആൻ ഇമ്പൾസ്. ഒരു മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദി പ്രോസസ് ഓഫ് എൻകോഡിംഗ്, യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആർ സെലക്റ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. എൻകോഡ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ആ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷനെ സെലക്ട് ചെയ്യുന്നു. എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ആ ഇൻഫർമേഷനെ സെലക്ട് ചെയ്തിട്ട് അതിനെ
എന്താക്കി മാറ്റുന്നു? കോഡാക്കി മാറ്റുന്നു. ഓക്കെ, സോ കോഡാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് എൻകോഡിങ്. ഇൻപുട്ട് ഈസ് ദി സം ഓഫ് എക്സ്പീരിയൻസസ് ദാറ്റ് ബൗണ്ട് അപ്പ് വിത്ത് ഇൻ ദി ഹ്യൂമൻ ബ്രെയിൻ ഓർ കമ്പ്യൂട്ടർ. അതായത് ആ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്താണ്? ഒരു ഐഡിയ ആണ് നമ്മുടെ കയ്യിലുള്ള. ആ ഐഡിയ നമ്മൾ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ദി ഔട്ട്പുട്ട് ഈസ് ദി എൻകോഡഡ് മെസ്സേജ് ട്രാൻസ്മിറ്റഡ് ബൈ ദി ഇൻഫർമേഷൻ സോഴ്സ്. അതിനകത്ത് ആ ഐഡിയ നമ്മൾ എന്താക്കി മാറ്റി? ലാംഗ്വേജ് ആക്കി മാറ്റി. മീൻസ് അത് ഒന്ന് എഴുതി തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അതാണ് എൻകോഡിങ് പ്രോസസ്സിൽ വരുന്നത്. അതുവഴി ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മെസ്സേജാണ്. സോ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദി മെസ്സേജ് ഈസ് റെഫേർഡ് ടു ആസ് ഡീകോഡിങ്. ആ മെസ്സേജിനെ സെക്കൻഡ് പാർട്ടി മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബ്രീഫ്ലി എന്താണെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്കാണ്. കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. അതിലിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ഹും ദി മെസ്സേജ് ഈസ് അഡ്രസ്ഡ്. ആർക്കാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നും അതേപോലെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നും മാസ് കമ്മ്യൂണിക്കേഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും ബേസിക് ലെവലിൽ പറയുകയാണെങ്കിൽ ഇൻട്രാ പേഴ്സണൽ, നമ്മൾ നമുക്ക് വേണ്ടി മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു. സെൽഫ് അനാലിസിസും സെൽഫ് റെസ്പോൺസും ഒക്കെ നടത്തുമ്പോൾ അതെന്താണ്? നമുക്ക് വേണ്ടിയുള്ള സംസാരമാണ്. നമ്മൾ നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ടോക്കിംഗ് ടു വൺ സെൽഫ് ഇൻ വൺസ് ഓൺ മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത്, നമ്മളുടെ മനസ്സിനകത്ത് സംസാരിക്കുന്നതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ സോളിയോക്സ്, അതേപോലെ അസൈഡ്സ്. ഇപ്പോൾ ഡ്രാമാറ്റിക് വർക്ക്സിലൊക്കെ ചില ആളുകൾ സ്വയം പറയുന്നത് പോലെ കേൾപ്പിക്കും, സ്വന്തമായിട്ട് ഓർക്കുന്നത് പോലെ കേൾപ്പിക്കും. അതൊക്കെ എന്താണ്? ഇത്തരം ഇൻട്രാ പേഴ്സണലാണ്. ഡ്രാമാറ്റിക് വർക്ക്സ് ഒന്നും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റില്ല, ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം. യഥാർത്ഥത്തിൽ എന്താണ്? അത് ഓഡിയൻസിനെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. അതേസമയം നമ്മൾ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് തന്നെ സ്വയം സംസാരിക്കുന്നു, സ്വയം നമ്മളോട് തന്നെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലൂടെ, നമ്മുടെ ഓർമ്മകളിലൂടെയും ചിന്തകളിലൂടെയും കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. ഇനി രണ്ടാമതായിട്ട് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, നമ്മൾ മറ്റൊരാളുമായിട്ട് ചർച്ച നടത്തുന്നു. ഇതൊക്കെ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, എ കോൺവെർസേഷൻ, ഡയലോഗ് ഓർ ഇൻ്റർവ്യൂ ഇൻ വിച്ച് ടു പേഴ്സൺസ് ഇൻട്രാക്ട്, അതേഴ്സ് മേ ഓൾസോ ബി പ്രസൻറ്റ് ആസ് ദി ഓഡിയൻസ്. രണ്ട് പേരാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായി. ഓഡിയൻസ് ഉണ്ടാകാം, എന്നാലും രണ്ട് പേര് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷൻസും ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ദെൻ another communicates interpersonally with his reader, who is always present as a silent audience in the author's mind while he writes. അതായത് ഓതർ എന്ന് പറയും, ഇപ്പോൾ ഒരു ബുക്ക് എഴുതിയ ആളാണെന്ന് വിചാരിക്കാം, അദ്ദേഹം ഒരിക്കലും ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല നടത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ ഡ്രാമാറ്റിക് വർക്ക്സ് പറഞ്ഞപ്പോഴും പൂർണ്ണമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഓഡിയൻസ് കേൾക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഓഡിയൻസ് ആയിട്ട് സൈലൻറ്റ് സ്പെക്ടേറ്ററായിട്ട് ഉണ്ട്. അദ്ദേഹം എന്ത് എഴുതിയാലും, ഇപ്പോൾ ഒരു റൈറ്ററാണെങ്കിൽ, ഒരു ഓതറാണെങ്കിൽ, അദ്ദേഹം എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വ്യക്തി വായിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അങ്ങനെ ചെയ്യുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനും ഇൻ്റർ പേഴ്സണലാണ്. ദാറ്റ് ഈസ് നോട്ട് ഇൻട്രാ പേഴ്സണൽ. ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, സോ എ ലെറ്റർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇനി മൂന്നാമത്തെ ടൈപ്പ് പറയാവുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എമംഗ് സ്മോൾ ഓർ ലാർജ് ഗ്രൂപ്പ്സ് ലൈക്ക് ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ എ ക്ലബ് ഓർ ഇൻ എ ക്ലാസ് റൂം. അവിടെയൊക്കെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരം കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷൻ ഫ്രെയിംവർക്കിലാകാം, അല്ലെങ്കിൽ ഒരു ക്ലബിലാകാം, ക്ലാസ് റൂമിലാകാം, ഇവിടെയൊക്കെ നമുക്ക് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ കാണാൻ സാധിക്കും. in which all individual retain their individual identity while communicating. എല്ലാവരും അവരുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇത്തരമൊരു കമ്മ്യൂണിക്കേഷനാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്? എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ? വലിയൊരു ഓഡിയൻസിൻ്റെ ഇടയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ന്യൂസ്, റൈറ്റ്? വലിയൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിലും അതൊരു ഡയറക്റ്റ് എക്സാമ്പിൾ. സോഷ്യൽ മീഡിയ മാസ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്.
ഈവൻ ദോ മാസ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് ടെലിവിഷൻ പറയാം, റേഡിയോ പറയാം, അങ്ങനെയുള്ള മീഡിയ, ഡിജിറ്റൽ മീഡിയാസ് പറയാം, ഓക്കെ, ഇൻ്റർനെറ്റ് മീഡിയാസ് പറയാം. ഇതൊക്കെ മാസ് മീഡിയ കൺസെപ്റ്റിൻ്റെ ഭാഗമാണ്. സോ യു ക്യാൻ സീ ഇറ്റ് ഒക്കേഴ്സ് വെൻ മെസ്സേജ് ഈസ് സെൻഡ് ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവിടെ ഒരാൾക്കോ ഒരു ചെറിയ ഗ്രൂപ്പിനോ അല്ല, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലേക്കാണ് ഈ മെസ്സേജ് സെൻഡ് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് ചാനൽ ന്യൂസ് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഓഡിയൻസിനെ അവർ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഈ ന്യൂസ് ഒരുപാട് പേര് കാണുന്നുള്ള പ്രതീക്ഷയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് മെസ്സേജ് അറ്റ് ദി സെയിം ടൈം അറിയിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. Then in this process each person becomes a faceless individual with almost no opportunity for personal response or feedback. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ശരിക്കും? TRP റേറ്റിംഗ് ഒക്കെയാണ്. അതേപോലെ അവരുടെ ഉള്ളിൽ നിന്നും ഈ ന്യൂസ് കേട്ടപ്പോൾ അവർ ഇൻഡിവിജ്വലി ചെയ്യുന്ന കാര്യങ്ങളാകാം, അത് ഡയറക്റ്റ് ഫീഡ്ബാക്ക് എന്നുള്ള രീതി ഒരിക്കലും കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വാർത്ത കാണുകയാണെങ്കിൽ, ഒരുപാട് പേര് കണ്ടു എന്നറിയുകയാണെങ്കിൽ മീഡിയയ്ക്ക് അത് ബെനിഫിഷ്യലാണ്. അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സുകളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുക. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഡയറക്റ്റ് റെസ്പോൺസിനും ഓൾമോസ്റ്റ് സീറോ ഓപ്പർച്യൂണിറ്റിയാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ആദ്യം ഇൻട്രാ പേഴ്സണൽ, ദെൻ ഇൻ്റർ പേഴ്സണൽ, ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ അവിടുന്ന് പോകുന്നു ബേസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി മീഡിയം എംപ്ലോയിഡ്. ഏത് തരത്തിലുള്ള മീഡിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. സോ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള ബേസിലാണ് നമ്മൾ 4 മുമ്പ് ക്ലാസിഫൈ ചെയ്തത്. ഇനി ഏത് തരത്തിലുള്ള മീഡിയം ഉപയോഗിക്കുന്നു? വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് വേർഡ്സ്, റിട്ടൺ ഓർ സ്പോക്കൺ. വെർബൽ കമ്മ്യൂണിക്കേഷൻ അത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകാം, സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആകാം. അവിടെ വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ കാര്യങ്ങൾ വരാം അതിനകത്ത്? സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, റീഡിങ്, തിങ്കിങ്. ഇവിടെയൊക്കെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കുകളിലൂടെയാണ് ഇത് പോകുന്നതെങ്കിൽ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അവയെല്ലാം വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഡിഫറൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ, സ്പോക്കൺ കമ്മ്യൂണിക്കേഷനാണ്. അതേപോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷൻ, അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്പാണ്. വെർബലും നോൺ വെർബലുമാണ് കേട്ടോ. അല്ലാണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ ഞാൻ പറഞ്ഞു, അവിടെ റിട്ടൺ ആൻഡ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ ഓർ ഓറൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ദെൻ ദർ ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ ഉപയോഗിക്കാത്ത കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് യൂസിങ് ഓഫ് പിക്ചേഴ്സ്, സൈൻസ്, ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചോദിച്ചതാണ്. സ്മൈൽസ് ആൻഡ് ഫ്രോൺസ്, ക്ലാസ് റൂമിലെ ചിരിയും അതേപോലെ തുറിച്ചു നോക്കുക എന്ന് പറയുന്നത് പോലുള്ള പ്രവർത്തികളൊക്കെ ടീച്ചേഴ്സ് കാണിക്കാറുണ്ട്. ഇതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്? വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഏത് തരത്തിലുള്ള ഫംഗ്ഷനാണ് പ്ലേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ്. സംസാരിക്കുന്നതിന് പകരം, മറുപടി പറയുന്നതിന് പകരം ചിലപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്യും? ജസ്റ്റ് നോക്കിപ്പോയെന്നിരിക്കും, ചിലപ്പോൾ ചിരിച്ച് കാണിച്ചെന്നിരിക്കും. അപ്പോൾ ആ ഒരു വെർബൽ ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത്തരം ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും വെർബൽ കമ്മ്യൂണിക്കേഷനും റിയൽ ലൈഫിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഗെസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. ഇവയെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒപ്പം ഇത്തരത്തിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഓർക്കേണ്ടത് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. ലൈക്ക് സൈൻ ബേസ്ഡ് ആയിട്ടുള്ള, ഗെസ്റ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. മൂവ്മെൻറ്റ്സ്, ആക്ഷൻ ലാംഗ്വേജസ് ദർ, ഒബ്ജക്റ്റ് ലാംഗ്വേജ്, പിക്ചർ അല്ലെങ്കിൽ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒബ്ജക്റ്റ് ലാംഗ്വേജസ് ഉണ്ടാവും. ഇവയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ദെൻ ഫർദർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ പേഴ്സണൽ സ്പേസ്. പ്രോക്സിമിക്സ് എന്ന് പറയും, നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനും കൊടുക്കുന്ന സ്പേസ്. ആ പേഴ്സണൽ സ്പേസ് വെച്ചിട്ട് തന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനോട് പെരുമാറുന്ന രീതിയിലായിരിക്കണം എന്നില്ല മറ്റ് കുറച്ച് അകന്ന ഒരു വ്യക്തിയോട് പെരുമാറുന്നത്. അവിടെയൊക്കെ അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പേഴ്സണൽ ഡിസ്റ്റൻസ് തന്നെ ഇവൻതോ എന്ത് കാണിക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ദെൻ സെൻസ് ഓഫ് സ്മെൽ, അതേപോലെ ടൈം, ഇതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇവിടെയും മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത്
താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. അവിടെ ഓപ്ഷൻസിലുണ്ടായിരുന്നത് യൂണിഫോമാണ്. ഓക്കെ, യൂണിഫോം ഈസ് എ ക്ലോത്ത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതും ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഒരു ഐഡൻറ്റിറ്റി അവിടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ യൂണിഫോം എന്ന് പറയുന്നത് ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. നൗ പിന്നെയുള്ളത് മെറ്റാ കമ്മ്യൂണിക്കേഷൻ. മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദി സ്പീക്കേഴ്സ് ചോയ്സ് ഓഫ് വേർഡ്സ് unintentionally communicates something more than what the actual words state. അത് സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ച് പറയുന്ന ആ വാക്കുകളുടെ ഇന്നർ മീനിങ്സ് ഓർ ഇൻഡയറക്റ്റ് മീനിങ്സ് ആദ്യം ആ ഇൻഡയറക്റ്റ് മീനിങ്സ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ഹാവ് നെവർ സീൻ യു സോ സ്മാർട്ട്ലി ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ ഡ്രസ്സ് വളരെ നല്ലതാണ് എന്ന് പറയുന്നത് പോലെയാണോ ഇത്? അങ്ങനൊരു മീനിങ് അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതി എങ്ങനെയാണ്? ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും നല്ല ഡ്രസ്സിൽ നിങ്ങളെ കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് റെഗുലർ അറ്റയർ മോശമാണെന്നല്ലേ അർത്ഥം. റെഗുലർ അറ്റയർ ഇത്രയും നല്ലതല്ല എന്ന് ഇൻഡയറക്റ്റ് മീനിങ് അവിടെ ഉണ്ട്. അതാണ് അത്തരം ഇന്നർ മീനിങ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹാവ് നെവർ സീൻ യു സോ സ്മാർട്ട്ലി ഡ്രസ്ഡ്. ഇറ്റ് കുഡ് ഓൾസോ മീൻ ദാറ്റ് ദി റെഗുലർ അറ്റയർ ഓഫ് ദി ലിസണർ നീഡഡ് ഇംപ്രൂവ്മെൻറ്റ്. റെഗുലർ അറ്റയർ പോരാ എന്നൊരു മീനിങ് കൂടി അതിനകത്തുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് അവിടെ നിന്ന് നേരെ പോകുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്കാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ലൈൻസിനകത്ത് നിന്നുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇതാണ് ഒരു ഓർഗനൈസേഷനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ. എ ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് ഫോർമലി കൺട്രോൾഡ് ബൈ മാനേജേഴ്സ് ഓർ പീപ്പിൾ ഓക്യുപ്പൈങ് പൊസിഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്തുള്ള ആളുകൾ അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോർമൽ ലൈൻസിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവർ നിയന്ത്രിക്കുന്ന ഒരു ഒഫീഷ്യൽ ലൈൻസിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ദി കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ത്രൂ ഫോർമൽ ചാനൽസ് ദാറ്റ് ഈസ് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് പൊസിഷൻസ് അലോങ് ദി ലൈൻ ഓഫ് ഓർഗനൈസേഷൻ, അലോങ് ദി ലൈൻ ഓഫ് കമാൻഡ് എന്ന് പറയാം. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് ഇപ്പോൾ ഇൻഫർമേഷൻസ് അറിയിക്കുന്നു. ടോപ്പ് ലെവലിൽ നിന്നുള്ള ഇൻഫർമേഷൻ ലോവർ ലെവലിലേക്ക് ഒരു ഓർഡറിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ടോപ്പ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ CEO ആണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതെങ്കിൽ അത് ഇതിന് താഴെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിലേക്കോ മാനേജേഴ്സിലേക്കോ ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. അവരിൽ നിന്നും അവരുടെ താഴെയുള്ളവരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫോർമൽ ഹൈറാർക്കിയിലുള്ള ഇൻഫർമേഷൻ മൂവ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടായിട്ട് വരുന്നത്. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ അവിടെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൂടി നമ്മൾ പറയണം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനൊപ്പം തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഫ്ലോ ചെയ്യും. അതായത് ഒഫീഷ്യൽ ലൈൻസിനകത്ത് തന്നെ, ഇപ്പോൾ ഓർഗനൈസേഷനകത്ത് തന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സ്, ഓക്കെ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പിംഗ് ഉണ്ടാവും ഓർഗനൈസേഷനകത്ത്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരുടെ ഗ്രൂപ്പ്, അവരൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നോട്ട് നെസസറിലി റിഗാർഡിങ് ദി ഒഫീഷ്യൽ മാറ്റേഴ്സ്. അത് തന്നെയാണെന്നില്ല. എങ്ങനെയാകാം, അവർ പല കാര്യങ്ങളെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പല കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷനൊക്കെ ഒരു ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡ് ഫോളോ ചെയ്തുകൊണ്ടല്ല. അത്തരം ഷെയറിങ് ഓഫ് ഇൻഫർമേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യൽ ചെയിൻസ് ഓഫ് അതോറിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വേറെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ചെയിൻ ഓഫ് അതോറിറ്റി ഫോളോ ചെയ്യാത്ത കമ്മ്യൂണിക്കേഷനാണ്. ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്സും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഗോസിപ്പ് ചെയിൻസ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഓർക്കുക, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്ക്സിനെ വിളിക്കുന്ന പേര് ഗ്രേപ്പ് വൈൻ എന്നാണ്. അത് നിങ്ങൾ ഓർത്തേക്കണം, ഗ്രേപ്പ് വൈൻ. ഓക്കെ, ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കാണ്. ഈ ഗ്രേപ്പ് വൈൻ പല രീതിയിലാകാം. ദർ ആർ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ലൈക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ A Bയോട് പറയുന്നു, B പോയി Cയോട് പറയുന്നു, C പോയി Dയോട് പറയുന്നു. അങ്ങനെ ഓരോ വ്യക്തി ഓരോരുത്തരോട് പാസ് ചെയ്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയിൻ കമ്മ്യൂണിക്കേഷനാണ്. ഇനിയുള്ളത് ഗോസിപ്പ് ചെയിനാണ്. ഗോസിപ്പ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവും. ഗോസിപ്പ് പറയുന്നത് അങ്ങനെയല്ലേ, ഒരു ഇൻഡിവിജ്വൽ അയാളുടെ വായി തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റം എല്ലാവരോടും പോയി പറയുന്നു. ഇതാണ് ഗോസിപ്പ് ചെയിനിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം A ആണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ,
എ ബിയോട് പറയുന്നു, സിയോട് പറയുന്നു, ഡിയോട് പറയുന്നു, ഇയോട് പറയുന്നു, എല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് ഗോസിപ്പ് ചെയിനിൽ വരുന്നത്. പിന്നെ ഉള്ളത് പ്രോബബിലിറ്റി ചെയിനാണ്. പ്രോബബിലിറ്റി ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി 2-3 ആളുകളോട് പറഞ്ഞിട്ടുണ്ടാകാം, വീണ്ടും 2-3 ആളുകളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നൊരു ചെയിനാണെങ്കിൽ അതിനെ പ്രോബബിലിറ്റി നെറ്റ്വർക്ക് എന്ന് പറയാം. സോ എ പോയി ബിയോടും എഫിനോടും പറഞ്ഞു, ദെൻ ഡിയും എഫും പിന്നെയും 2-3 പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ആ രീതിയിൽ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രോബബിലിറ്റി ചെയിൻ എന്ന് പറയുന്നത്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ചുറ്റും ഒരു 3-4 പേർ. അങ്ങനെ ഇത് ഗോസിപ്പ് പോലെ തന്നെ, എന്നാൽ ഓരോ വ്യക്തിയുടെ ചുറ്റും അദ്ദേഹം ഷെയർ ചെയ്യുന്ന കുറച്ച് പേരുണ്ടാകും, ഒരു കൂട്ടം ആളുകളുണ്ടാകും. അതിൽ നിന്നും ഒരു വ്യക്തി വീണ്ടും മറ്റു കുറച്ച് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, സോ ചെയിൻ കമ്മ്യൂണിക്കേഷൻ, ഗോസിപ്പ് ചെയിൻ, പ്രോബബിലിറ്റി ചെയിൻ, ദെൻ ക്ലസ്റ്റർ. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ്. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ 4 രീതിയിലാകാം. ഒന്നാമതായിട്ട് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്നും ലോവർ ലെവലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്. ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇങ്ങനെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓർഡേഴ്സ് കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, മെമ്മോസ് കൊടുക്കുന്നത്, അങ്ങനെ ഓർഗനൈസേഷനകത്ത് നോട്ടീസുകൾ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ടോപ്പ് ലെവലിൽ നിന്ന് ഡിസൈഡ് ചെയ്യുന്നു, ലോവർ ലെവലിലേക്ക് അറിയിക്കുന്നു. ആ ഒരു പ്രോസസ് ആണെങ്കിൽ അത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്. ദി കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഫ്ലോസ് ഫ്രം ദി ടോപ്പ് ടു ബോട്ടം ഈസ് നോൺ ആസ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ടോപ്പിൽ നിന്നും ലോവർ ലെവലിലേക്ക് വരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. എനി ഓർഗനൈസേഷൻ ഹാസ് ആൻ ഇൻബിൽറ്റ് ഹൈറാർക്കിക്കൽ സിസ്റ്റം ആൻഡ് in the first instance communication is invariably flows downwards. സോ ഒഫീഷ്യൽ ലൈൻസിനകത്ത് ആദ്യത്തെ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അതെങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. ഓർഡേഴ്സ് കൊടുക്കുന്നു, ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുന്നു, ടാർഗറ്റ്സ് അസൈൻ ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ വരും? ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ് ആദ്യത്തെ ലെവൽ. രണ്ടാമതായിട്ട് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ലോവർ ലെവൽസിൽ നിന്നും ടോപ്പ് ലെവലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ, ഫീഡ്ബാക്സ് കൊടുക്കുക, റെസ്പോൺസ് കൊടുക്കുക, കൺസ്യൂമേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇതൊക്കെ എങ്ങനെയാണ്? ലോവർ ലെവലാണ് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കുകൾ, കസ്റ്റമേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കുമ്പോൾ അതെങ്ങനെയാണ്? അതൊരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷനായിട്ട് മാറും. സോ ദി കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഫ്ലോസ് ഫ്രം ദി ബോട്ടം ടു ടോപ്പ്, ബോട്ടം ലെവലിൽ നിന്ന് ടോപ്പ് ലെവലിലേക്ക് പോകുന്ന ആ ഒരു വേയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫർമേഷനാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് പാസ് ചെയ്യുന്നത്. അതേപോലെ എംപ്ലോയീസിൻ്റെ ഗ്രീവൻസസും ഈ ഒരു രീതിയിലായിരിക്കും ടോപ്പ് ലെവലിലേക്ക് പോകുന്നത്. അടുത്ത ടൈപ്പ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷനാണ്. ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ലെവലിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരെല്ലാവരും ഓരോ ലെവലിലല്ലേ, ഒരേ ലെവലിൽ വരുന്ന ഇൻഡിവിജ്വലാണ്, അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലാറ്ററൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ വെൻ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ who are subordinates working under the same person, അതായത് ഇവരുടെ മുകളിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ സബോർഡിനേറ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ സീനിയർ എന്ന് പറയുന്നത്, എല്ലാവരുടെയും സീനിയർ എന്ന് പറയുന്നത് ഒരാളാണ്. അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന, സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അത് ലാറ്ററൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. ഓക്കെ, അടുത്തത് ഡയഗണൽ കമ്മ്യൂണിക്കേഷനാണ്. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയുള്ള 2 പാർട്ടീസ്. ലെവൽസ് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ലെവൽസിലാണ്. ഓക്കെ, ഒരു സീനിയറുടെ കീഴിലുള്ള വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സീനിയർ അല്ലാത്ത മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഡയഗണലാണ്. യു ക്യാൻ സീ ഇറ്റ് ഹിയർ. സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ വ്യക്തികളിൽ ഒരു വ്യക്തി, അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അല്ലാത്ത മറ്റൊരു സുപ്പീരിയറിനോട് സംസാരിക്കുകയാണ്. ഇത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ഡയഗണൽ ഓർ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എമംഗ് പേഴ്സൺസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഹു ഹാവ് നോ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അവർ തമ്മിൽ പരസ്പരം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ കാര്യമില്ലാത്ത, റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻ എക്സാമ്പിൾ, ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ട്രെയിനിങ് സൂപ്പർവൈസർ ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ. ട്രെയിനിങ് സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് മാനേജർ, രണ്ട് ലെവലാണ്, 2 ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, സോ 4 തരത്തിലുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് നമ്മൾ പറഞ്ഞു. അത് ഒന്ന് ഡൗൺവേർഡ്, ദെൻ അപ്വേർഡ്, ലാറ്ററൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ.
ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. കമ്മ്യൂണിക്കേഷൻ്റെ ഫീച്ചേഴ്സ് സിംപിളി ഒന്ന് പറഞ്ഞു പോകാം. ഇറ്റ് ഇൻവോൾവ്സ് 2 പേഴ്സൺസ്. 2 വ്യക്തികളുണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവും. സോ 2 വ്യക്തികൾ എന്തായാലും ഉണ്ടാവും. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്തത് മെസ്സേജ് ഈസ് എ മസ്റ്റ്. ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. കമ്മ്യൂണിക്കേഷൻ മേ ബി റിട്ടൺ, ഓറൽ ഓർ ഗെസ്റ്ററൽ, അതായത് വെർബൽ ഓർ നോൺ വെർബൽ ആകാം. കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-വേ പ്രോസസ്. ഫീഡ്ബാക്ക് വരുമ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അവിടെയൊക്കെ എക്സംഷൻ ഏതാണ്? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം എക്സംപ്റ്റഡ് ആണ്. ഇതൊന്നും നമുക്ക് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കില്ല. ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനിലും കോമൺലി കാണുന്ന ഫീച്ചേഴ്സാണ്. ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ഈസ് ടു മോട്ടിവേറ്റ് എ റെസ്പോൺസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെക്കൻഡ് പാർട്ടി അതിനകത്തൊരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ്. ഇറ്റ് ഫ്ലോസ് അപ്പ്, ഡൗൺ ആൻഡ് ഓൾസോ ഫ്രം സൈഡ് ബൈ സൈഡ്. അതായത് അപ്വേഡ് കമ്മ്യൂണിക്കേഷൻ ആകാം, ഡൗൺവേഡ് കമ്മ്യൂണിക്കേഷൻ ആകാം. ഇപ്പോൾ ഓർഗനൈസേഷൻ ഫ്രെയിം വർക്കിലാണെങ്കിൽ അതേപോലെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആകാം. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാം. ദെൻ ഇറ്റ് ഇസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് ഹാപ്പൻ ചെയ്യണമെങ്കിൽ, ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ, സോ നമ്മൾ എക്സ്ചേഞ്ച് ഇസ് നെസസറി ഫോർ ഇൻഡിവിജ്വൽസ്, റൈറ്റ്? ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ എക്സ്ചേഞ്ച് വേണം എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനകത്ത് ബേസിക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. സോ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഇവാലുവേഷൻ ഓഫ് ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് 3 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഒന്ന് ഫിഡിലിറ്റി. ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ ഫ്രീ ക്വാളിറ്റിയാണ്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജിനകത്ത് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല, മെസ്സേജ് ഡിസ്റ്റോർട്ടഡ് ആയിട്ടില്ല എന്ന് ഉറപ്പാക്കുന്ന ക്വാളിറ്റിയാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. അതൊന്നാമത്തെ ക്വാളിറ്റി. ഫിഡൈലാണെങ്കിൽ ഇഫക്റ്റീവാണ്. മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തുന്നതിനിടയിൽ ഒരു നഷ്ടവും, മെസ്സേജിലൊരു നോയ്സോ അല്ലെങ്കിൽ ബാരിയേഴ്സോ ഒന്നും ഉണ്ടായിട്ട് മെസ്സേജ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിനെയാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ആ ഫിഡിലിറ്റി ഉണ്ടെങ്കിൽ ഇഫക്റ്റീവാണ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമതായിട്ട് ഇക്കോണമി. യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ്, ആ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം ഉപയോഗിക്കുക. സെക്കൻഡ് പാർട്ടിയിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കുന്നതിന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മേ നോട്ട് ബി ഫ്രൂട്ട്ഫുൾ. മൂന്നാമതായിട്ട് ഇൻഫ്ലുവൻസ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം സെക്കൻഡ് പാർട്ടിയിൽ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യണം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ സെക്കൻഡ് പാർട്ടിയിൽ റെസ്പോൺസ് ഉണ്ടായാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നുള്ളൂ. ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. സെക്കൻഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോപ്പർ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുമെന്ന് പറയാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷനിലൂടെ സെക്കൻഡ് പാർട്ടിയിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ആ ട്രസ്റ്റ് വരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. സോ ദിസ് ആർ ദി 4 ക്വാളിറ്റീസ്. ഇഫക്റ്റീവ്നെസ്സിനെ അളക്കാനുള്ള 4 എലമെൻ്റ് എന്ന് പറയാം. ഇവാലുവേഷന് വേണ്ടിയുള്ള 4 എലമെൻ്റ് ആണ്. ഒന്ന് ഫെഡിലിറ്റി, ദെൻ ഇക്കോണമി, ഇൻഫ്ലുവൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. നൗ 7 C's ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക ടേംസ്. 7 C's കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കാണിക്കുന്ന 7 C എന്ന് പറയുന്നത്: ഒന്ന് കംപ്ലീറ്റ്നെസ്, 2 കൺസൈസ്നെസ്, ചുരുക്കി പറയാനുള്ള എബിലിറ്റി, ദെൻ കൺസിഡറേഷൻ, സെക്കൻഡ് പാർട്ടിയെ കൺസിഡർ ചെയ്യണം. മെസ്സേജ് എന്താണോ കൺവേ ചെയ്യാൻ സാധിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണോ സെക്കൻഡുള്ളത് നമ്മൾ ഓർക്കണം. ആ രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാവണം. കോൺക്രീറ്റ്നെസ്, ഉറച്ചു നിൽക്കണം. എന്താണോ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയയിൽ, ആ ഒരു പോയിന്റിൽ ഉറച്ചു നിൽക്കണം. ആംബിഗ്വിറ്റി ഉണ്ടാകാൻ പാടില്ല, വേഗ്നെസ് ഉണ്ടാകാൻ പാടില്ല. കേർട്സി എന്ന് പറയുമ്പോൾ ആ മെസ്സേജിൽ ഒരു എന്താ പറയുക, ഒരു കടപ്പാടെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് സെക്കൻഡ് പാർട്ടിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം. അതനുസരിച്ച് വേണം മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യാൻ. ആൻഡ് കറക്റ്റ്നെസ്, കൃത്യത ഉണ്ടാവണം. സോ ഇവയെല്ലാം ചേരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നത്. ദീസ് ആർ ദി 7 C's. കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റീസ് പറയുന്ന 7 C's ആണ്: കംപ്ലീറ്റ്നെസ്, കൺസൈസ്നെസ്, കൺസിഡറേഷൻ, ക്ലാരിറ്റി, കോൺക്രീറ്റ്നെസ്, കേർട്സി ആൻഡ് കറക്റ്റ്നെസ്. അതേപോലെ തന്നെ 4 S ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയാറുണ്ട്. 4 S എന്ന് പറയുമ്പോൾ ഒന്ന് ഷോർട്ട്നെസ്, സിംപ്ലിസിറ്റി, സ്ട്രെങ്ത് ആൻഡ് സിൻസിയറിറ്റി. ടേംസ് എന്ന് ഓർത്തേക്കുക: ഷോർട്ട്നെസ്, സിംപ്ലിസിറ്റി, സ്ട്രെങ്ത് ആൻഡ് സിൻസിയറിറ്റി. ദീസ് ആർ ദി 4 S ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷനെ പറ്റി നമ്മൾ തുടങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷന് തടസ്സമുണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ലെറ്റ്സ് സീ വൺ ബൈ വൺ. ഒന്ന്, ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ എക്സ്റ്റേണൽ ബാരിയേഴ്സ് ദാറ്റ് ഒക്യൂർ ഇൻ ദി എൻവയോൺമെൻറ്റ് വിച്ച് ഇൻ്റർഫിയർ വിത്ത് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്.
ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. റാദർ ഇത് സംതിങ് എക്സ്റ്റേണലാണ്, പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയാം. നോയ്സ്, ലൗഡായിട്ടുള്ള സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക്, ട്രാഫിക് ഓർ എനി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത് വരുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ്സിനെ തടയാം. രണ്ടാമതായിട്ട് ഡിസ്റ്റൻസ്, ഫിസിക്കൽ ഡിസ്റ്റൻസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫിസിക്കൽ സെപ്പറേഷൻ, അത് കാരണം പറയുന്ന കാര്യം സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിയില്ലെങ്കിലും അതൊരു തടസ്സമായിട്ട് പറയാം. ഫിസിക്കൽ സെപ്പറേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ക്യാൻ മേക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് എ ഫേസ് ടു ഫേസ് ഓർ ഓവർ ദി ഫോൺ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത് പുവർ ടെക്നോളജി ഓർ മീഡിയം, ഉപയോഗിക്കുന്ന മീഡിയം അല്ലെങ്കിൽ ടെക്നോളജി എഫിഷ്യൻ്റ് അല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെലിഫോണാണ്, ടെലിഫോണിൽ കൃത്യമായ നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ ഫിസിക്കലി വരാവുന്ന ബാരിയറാണ്, അതുപോലെ ടെക്നോളജിക്കൽ ബാരിയറായിട്ടും പറയാം. സോ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയിലുള്ള പോരായ്മയും ഫിസിക്കൽ ബാരിയറിൻ്റെ ഭാഗമാണ്. ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പുവർ ലൈറ്റിംഗ്, അൺകംഫർട്ടബിൾ ആയുള്ള സീറ്റിംഗ്, അതേപോലെ ഇൻട്രപ്ഷൻസ്, ഫ്രീക്വൻ്റ് ആയുള്ള ഇൻട്രപ്ഷൻസ് വരുന്നു. ഓക്കെ, അതെല്ലാം നമ്മുടെ അറ്റൻഷനെ ബാധിക്കാം. സോ ഈ അറ്റൻഷൻ പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയുകയും ചെയ്യും. സോ ഇതാണ്, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഏതൊക്കെ പറഞ്ഞു? നോയ്സ്, ഡിസ്റ്റൻസ്, പുവർ ടെക്നോളജി ഓർ മീഡിയം, ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇനി രണ്ടാമതായിട്ട് സെമാൻറ്റിക് ബാരിയേഴ്സ്. സെമാൻറ്റിക് മീൻസ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട, ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ സെക്കൻഡ് പാർട്ടിക്ക് മനസ്സിലാകാതെ വരുന്നു. ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് സെമാൻറ്റിക് ബാരിയർ വരുന്നത്. സോ ദീസ് ബാരിയേഴ്സ് അറൈസ് ഫ്രം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ കൺഫ്യൂഷൻ ഓവർ ദി മീനിങ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ മീനിങ് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഫ്രേസസിൻ്റെ മീനിങ് മനസ്സിലാവുന്നില്ല, അവിടെ കൺഫ്യൂഷൻ വരുന്നു. ആ സാഹചര്യങ്ങളിലൊക്കെയാണ് എന്തുണ്ടാകുന്നത്? സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ടാകുന്നത്. സോ സെമാൻറ്റിക് ബാരിയേഴ്സിന് എക്സാമ്പിൾ ജാർഗൺസ്. ജാർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്കൽ ടേംസ് ആകാം, കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡുകൾ. ഓക്കെ, സിമ്പിൾ അല്ലാത്ത ഇംഗ്ലീഷിൽ ഉപയോഗിച്ചുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസുകൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതാണ് ടെക്നിക്കൽ ജാർഗൺസ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ടെർമിനോളജി ദാറ്റ് ദി റിസീവർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ടെക്നിക്കൽ ടേംസ്, ഇപ്പോൾ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ടേംസ് നമ്മുടെ മുമ്പിൽ പറയുന്നു, അത് നമുക്ക് അത് മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ ചില എക്സ്പേർട്സ് അവരുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട ടേംസ്, ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നമ്മളിലേക്ക് കൺവേ ചെയ്തെന്ന് വരില്ല. അതാണ് ജാർഗൺസ്. രണ്ട്, ആംബിഗ്വിറ്റി, വ്യക്തതയില്ലാതെ വരുന്ന സിറ്റുവേഷൻസ്. അതായത് വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് ഹാവ് മൾട്ടിപ്പിൾ മീനിങ്സ് ലീഡിങ് ടു കൺഫ്യൂഷൻ അബൌട്ട് ദി ഇൻറ്റൻഡഡ് മെസ്സേജ്. ഫോർ എക്സാമ്പിൾ വേർഡ് ബാർക്ക്. ബാർക്ക് എന്ന് പറയുന്ന വേർഡ് എടുക്കുക. അതായത് ബാർക്ക് എന്ന് പറയുമ്പോൾ ഈ വേർഡ് ഒന്നെങ്കിൽ എന്താകാം, ഒരു ഡോഗിൻ്റെ ശബ്ദം എന്ന് പറയാം, അല്ലെങ്കിൽ ഔട്ടർ ലെയർ ഓഫ് എ ട്രീയുടെ ഔട്ടർ ലെയറിനെ നമ്മൾ ബാർക്ക് എന്നാണ് പറയുക. അപ്പോൾ ഒരേ വേർഡിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് മീനിങ്ങാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ അതും കമ്മ്യൂണിക്കേഷനെ തടയാം. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് കാക്ക എന്ന് പറയുന്ന വേർഡാണ്. കാക്ക എന്ന് പറയുമ്പോൾ മലയാളത്തിൽ കാക്കയാണ്, നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അങ്കിൾ എന്ന് ഡിനോട്ട് ചെയ്യും. മറ്റു ചില പാർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ ഈ കാക്ക എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ വിളിക്കാൻ വേണ്ടി കാക്ക എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ സെയിം വേർഡിന് തന്നെ പല മീനിങ് വരുന്നു. അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. ദെൻ ഇംപ്രോപ്പർ എൻകോഡിങ്. എൻകോഡിങ് പ്രോപ്പർ അല്ല, എൻകോഡിങ്ങിനകത്ത് പ്രശ്നം വന്നിട്ടുണ്ട്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും എന്തിലേക്ക് നയിക്കാം? അതും എററിലേക്ക് നയിക്കാം. സോ ദി മെസ്സേജ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ക്ലിയർലി ഓർ ഇറ്റ് ഈസ് ഓവർലി കോംപ്ലെക്സ്. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് മെസ്സേജ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിക്ക് അത് റിസീവ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. ദെൻ കൾച്ചറൽ മീനിങ്സ്. ദി വേർഡ്സ് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ഓർ കനോട്ടേഷൻസ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അതായത് കൾച്ചർ ടു കൾച്ചർ മാറുമ്പോൾ ചില വേർഡുകൾക്ക് പല മീനിങ്ങുകളാകാം, പല അർത്ഥങ്ങളാകാം. ഉദ്ദേശിച്ച അർത്ഥം തന്നെ സെക്കൻഡ് പാർട്ടിൽ സിമിലർ ടു വാട്ട് വി സെഡ് ഇൻ ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തതയില്ലാത്ത എല്ലാ സാഹചര്യവും ആംബിഗ്വിറ്റിയുടെ ഭാഗമാണ്. അതിനകത്ത് പറയാം. അതായത് ഫോർ ഇൻസ്റ്റൻസ് പെൻഷൻ മേ മീൻ റിട്ടയർമെൻറ്റ് സേവിങ്സ് ഇൻ വൺ കൺട്രി ഓർ വെൽഫെയർ പേയ്മെൻറ്റ് ഇൻ അനദർ. ഒരു രാജ്യത്ത് ചിലപ്പോൾ അത് പെൻഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് റിട്ടയർമെൻറ്റ് സേവിങ്സ് ആയിരിക്കാം, മറ്റൊരു രാജ്യത്ത് ചിലപ്പോൾ അത് വെൽഫെയർ, ഗവൺമെൻറ് കൊടുക്കുന്ന വെൽഫെയർ പേയ്മെൻറ്റ്സ് ആകാം, അതും പെൻഷൻ്റെ ഭാഗമാകാം. സോ രണ്ട് കൺസെപ്റ്റുകൾ അവിടെ വരാം ഒരേ വേർഡ് ഉപയോഗിച്ചുകൊണ്ട്. അവിടെയും നമുക്ക് പ്രശ്നമുണ്ടാകാം കൾച്ചറൽ ഡിഫറൻസസ് കാരണം. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സെമാൻറ്റിക് ബാരിയേഴ്സ്. സോ ജാർഗൺ, ആംബിഗ്വിറ്റി, ഇംപ്രോപ്പർ എൻകോഡിങ്, കൾച്ചറൽ മീനിങ്സ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ്.
അടുത്തത് അടുത്ത സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് ബാരിയേഴ്സ് ഇൻവോൾവ് മെൻ്റൽ ഓർ ഇമോഷണൽ ഫാക്ടേഴ്സ് ദാറ്റ് മൈറ്റ് അഫക്റ്റ് ദി എബിലിറ്റി ടു റിസീവ്, ഇൻ്റർപ്രറ്റ് ആൻഡ് റെസ്പോണ്ട് ടു എ മെസ്സേജ്. നമുക്കുള്ള ചില മെൻ്റൽ സ്ട്രെയിൻസ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ, ഇമോഷണൽ ഫാക്ടേഴ്സൊക്കെ ആകാം. ഇതെന്തിലേക്ക് നയിക്കാം? ആ മെസ്സേജ് നമ്മളിലേക്ക് എത്തുന്നതിലോ അല്ലെങ്കിൽ മെസ്സേജ് നമ്മൾ അയക്കുന്നതിലോ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രിജുഡിസ് എന്ന് പറഞ്ഞാൽ ഒരു മുൻകൂട്ടിയുള്ള ധാരണയാണ്. നമ്മൾ ആ വ്യക്തിയെ ഇങ്ങനെയാണ് കാണുന്നത്, അപ്പോൾ നമ്മൾ ആ വ്യക്തി ശരിയല്ല എന്ന് നമ്മൾ മുൻകൂട്ടി ധരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രിജുഡിസ് യഥാർത്ഥത്തിൽ സെക്കൻഡ് പാർട്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ തടയാം. സോ പേഴ്സണൽ ബയാസസ് ഓർ പ്രിജുഡിസസ് ക്യാൻ ക്ലൗഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് കോസ് ദി ലിസണർ ടു ഡിസ്മിസ് ഓർ ഇൻ്റർപ്രറ്റ് ദി മെസ്സേജ്. സോ നമ്മളുടെ ബയാസാണ്, ആ മെസ്സേജ് അദ്ദേഹം പറയാൻ വരുന്നത് തെറ്റാണ് നമ്മൾ മുൻകൂട്ടി ആദ്യം വിചാരിക്കുകയാണ്, പ്രിജുഡൈസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അതെല്ലാം എന്തിലേക്ക് നയിക്കാം? അദ്ദേഹം പറയുന്ന മെസ്സേജ് പൂർണ്ണമായിട്ട് കേട്ടില്ല, അതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാതെ പോകുന്നതിലേക്ക് നയിക്കാം. പിന്നെ വരാവുന്ന ഇമോഷൻസ് ആണ്. സ്ട്രോങ് ഇമോഷൻസ് സച്ച് ആസ് ആങ്കർ, ഫിയർ, ആൻസൈറ്റി. ആങ്കർ ഇസ് ദി എനിമി ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നത്. ആങ്കർ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പോൾ ആ രീതിയിൽ ആങ്കറോ ഫിയറോ ആൻസൈറ്റിയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയും. പിന്നെ ഉള്ളത് സ്ട്രെസ് ആണ്. വെൻ പീപ്പിൾ ആർ സ്ട്രെസ്ഡ് ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ലിസൺ കെയർഫുള്ളി. ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ കേൾക്കാൻ സാധിക്കില്ല, പറയുന്നത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചെന്ന് വരില്ല. അതും കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് പെർസെപ്ച്വൽ ഫിൽറ്റേഴ്സ് ആണ്. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളെ ഫിൽറ്റർ ചെയ്യും. അതായത് മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ കേൾക്കുകയും ബാക്കിയുള്ളതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ഇതാണ് ഫിൽറ്ററിങ്. സോ മെസ്സേജ് ഇപ്പോൾ പാസ് ചെയ്ത് വരുന്ന മെസ്സേജുകളാണെങ്കിൽ ഇപ്പോൾ എന്നിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ എനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നിയ കാര്യം മാത്രമേ ഞാൻ മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യൂ. അതിൽ നിന്നും അദ്ദേഹം ഫിൽറ്റർ ചെയ്തിട്ട് അദ്ദേഹത്തിന് റെലവൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമേ മറ്റൊരു പാർട്ടിയിലേക്ക് കൺവേ ചെയ്യൂ. സോ ഇങ്ങനൊരു ഫിൽറ്ററിങ് ഓരോ വ്യക്തിയും നടത്തുന്നുണ്ട്. അതും മെസ്സേജിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ കാരണമാകും. പേഴ്സണൽ എക്സ്പീരിയൻസസ്, ബിലീഫ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് കോസ് സെലക്റ്റീവ് അറ്റൻഷൻ, സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് കൂടി പറയാം. സെലക്റ്റീവ് പെർസെപ്ഷൻ, നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു രീതിയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. ടു റീറ്റെയിൻ ദി മെസ്സേജസ് വൈൽ ഇഗ്നോറിങ് അതേഴ്സ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ റീറ്റെയിൻ ചെയ്യും, നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ മറന്നു കളയും. ഇതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ, അല്ലെങ്കിൽ പെർപ്പച്വലി ഉണ്ടാകാവുന്ന നമ്മുടെ ഉള്ളിൽ വരാവുന്ന ഫിൽറ്റർ. സോ പ്രെജുഡീസ്, ഇമോഷൻ, സ്ട്രെസ് ഓർ പെർപ്പച്വൽ ഫിൽറ്റേഴ്സ്, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. പിന്നെ ഉള്ളത് കൾച്ചറൽ ബാരിയേഴ്സ് ആണ്. ദീസ് ബാരിയേഴ്സ് arise when individuals from different cultural background communicate, leading to misunderstanding due to differing belief, values or practices. വിശ്വാസങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കാരണമോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്കിടയിൽ രണ്ട് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടാണ്. ആ കൾച്ചറിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരു കൾച്ചറിൽ നിന്നുള്ളൊരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ആ കൾച്ചറൽ ഡിഫറൻസസ് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യാം. അതാണ് കൾച്ചറൽ ബാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ലാംഗ്വേജ് ഡിഫറൻസ്. ലാംഗ്വേജ്, ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഡയലക്റ്റ്, അതിലുള്ള വ്യത്യാസങ്ങൾ കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയെന്ന് വരില്ല. നോൺ വെർബൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മളുടെ കൾച്ചറിൽ നമ്മൾ കാണിക്കുന്ന ഒരു കാര്യം സെക്കൻഡ് കൾച്ചറിൽ അത് വേറൊരു മീനിങ് ആയിരിക്കും കൺവേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ തലയാട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയും, അവരെ സംബന്ധിച്ച് തലയാട്ടി കഴിഞ്ഞാൽ അത് തെറ്റായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്. സോ അത്തരത്തിൽ കൺവേ ചെയ്യുന്ന അതേ കാര്യം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കൺവേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതുവഴി ഉണ്ടാകാം. സോ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻ്റർപ്രറ്റ് നോൺ വെർബൽ ക്യൂസ് ലൈക്ക് ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓർ ബോഡി ലാംഗ്വേജ് ഇൻ വേരീഡ് വേയ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ കൾച്ചറിലേക്ക് വരുമ്പോഴും നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനെയും നമ്മൾ കൺവേ ചെയ്യുന്ന നോൺ വെർബൽ ക്യൂസ് ആണ് പ്രധാനമായിട്ടും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടി ചിന്തിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മീനിങ്ങിൽ എടുത്തെന്ന് വരില്ല, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അതൊക്കെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. സോ നോൺ വെർബൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ദെൻ കൾച്ചറൽ നോംസ്, കൾച്ചർ പ്രകാരം ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്ക് അത് ശരിയാണെന്ന് തോന്നാം, മറ്റൊരു വ്യക്തിക്ക് അത് തെറ്റാണെന്ന് തോന്നാം. അവിടെ ആ കമ്മ്യൂണിക്കേഷൻ തടയാനുള്ള കാരണമാകാം. ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻ റിഗാർഡിങ് ഡയറക്ട്നെസ്, ഫോർമാലിറ്റി ഓർ റെസ്പെക്റ്റ് ക്യാൻ ക്രിയേറ്റ് ടെൻഷൻ. സോ ലൈക്ക് ഇപ്പോൾ ചില കൾച്ചേഴ്സിൽ ചില വ്യക്തികൾക്ക് മൂത്തവരെ കാണുമ്പോൾ ഉടനെ തന്നെ കാല് തൊട്ട് വഴങ്ങുന്ന ശീലം ഉണ്ടാകാം, മറ്റു ആളുകൾക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാതിരിക്കാം. സോ ഇത് ഹാപ്പൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരാൾ നല്ല രീതിയിൽ പെരുമാറിയെന്നോ മറ്റൊരാൾ നല്ല രീതിയിൽ അല്ല പെരുമാറുന്നതെന്നൊരു ചിന്താഗതി ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും.
അത് കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയ്ക്കാൻ കാരണമാകും. ഇതൊക്കെ കൾച്ചറൽ നോംസ് വഴിയുള്ള ട്രബിൾസ് ആണ്. സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് കൾച്ചറൽ ബാരിയർ, ലാംഗ്വേജ് ഡിഫറൻസസ്, നോൺ വെർബൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, കൾച്ചറൽ നോംസ്. ഇനി അടുത്തത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആണ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് ബാരിയേഴ്സ് ഒക്യൂർ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ക്യാൻ അഫക്ട് ദി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്രോസ് വേരിയസ് ലെവൽസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ ഓർഗനൈസേഷനകത്ത് സംഭവിക്കുന്ന, ഓർഗനൈസേഷനകത്തെ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ബാരിയേഴ്സ് ആണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഒന്ന് ഹൈറാർക്കിക്കൽ ബാരിയർ, സീനിയർ ജൂനിയർ ആ ഒരു ഹൈറാർക്കി കാരണം ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ. ഇൻഫർമേഷൻ ക്യാൻ ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് or delayed as it passes through various levels of an organization, especially in top down communication. പല ലെവലുകളിലൂടെ കടന്നു വന്നു മാത്രമേ ഒരു അൾട്ടിമേറ്റ് പേഴ്സണിൽ എത്തൂ. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ, ഇൻഫർമേഷൻ ചിലപ്പോൾ ഡിലേഡ് ആകാം, ചിലപ്പോൾ എത്തിയില്ല എന്ന് വരും. അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഡിഫറെൻറ്റ് ലെവൽസ്, ഒരു ഹയറാർക്കി പൊസിഷൻ അവിടെ ഉണ്ട്. സോ ഡയറക്റ്റ്ലി ആ പേഴ്സണിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ സീനിയർ അറിയണം, അതിൻ്റെ സീനിയർ അറിയണം. അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ, ഓരോ ഫ്രെയിം വർക്ക് വരുമ്പോൾ അതിനകത്ത് ഡിലേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ഫീഡ്ബാക്ക്, വെൻ ദർ ഈസ് നോ ഫീഡ്ബാക്ക് ഫ്രം ദി റിസീവർ, ദി സെൻഡർ cannot assess the message was understood or any adjustments are needed. സോ ഇപ്പോൾ സീനിയർ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ പൊതുവേ ജൂനിയേഴ്സ് റെസ്പോണ്ട് ചെയ്തെന്നിരിക്കില്ല. സീനിയർ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്, ഓർഡർ കണ്ടു, റെസ്പോണ്ട് ചെയ്യാതെ വന്നിരിക്കും. അങ്ങനെ ഒരു റെസ്പോൺസ് വരാതിരിക്കുമ്പോൾ തന്നിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് അളക്കാൻ പാടാണ്. തന്നിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതിന് അറിയാൻ സാധിക്കില്ല. അതും ഒരു എററായിട്ട് പറയാം. മൂന്നാമതായിട്ട് ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ. ടു മച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് അറ്റ് വൺസ് ക്യാൻ ഓവർവെം ദി റിസീവർ ആൻഡ് ഹിൻഡർ അണ്ടർസ്റ്റാൻഡിങ്. സോ ഒരുപാട് ഇൻഫർമേഷൻ ഓവർലോഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് പല രീതിയിൽ പല കാര്യങ്ങളും അവരിലേക്ക് എത്തുന്നിരിക്കും. അങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് അവിടെ കുറയും. ദെൻ ഇൻഎഫക്റ്റീവ് ചാനൽ ബാരിയർ അവിടെ ഹാപ്പൻ ചെയ്യാം. യൂസിങ് ദി റോങ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഫോർ എക്സാമ്പിൾ ഇമെയിൽ യൂസ് ചെയ്യുന്നു, വേറെ ഡയറക്റ്റ്ലി കാണുന്ന ആളുകളാണെങ്കിൽ പോലും ഒഫീഷ്യൽ ലൈൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഇമെയിൽ അയച്ചായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഇമെയിൽ കാണുന്നതിന് മുമ്പ് ഈ വ്യക്തികൾ പലതവണ നേരിട്ട് കണ്ടതായിരിക്കാം. അതും കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയ്ക്കാൻ കാരണമാകും. Okay, so you can see hierarchical barrier, lack of feedback, overload of information, then ineffective channels. All these are examples of organizational barriers. പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് ആണ് അടുത്തത്. സെമാൻറ്റിക് ബാരിയർ എന്ന് നമ്മൾ പറഞ്ഞു, അതേ കൺസെപ്റ്റ് തന്നെയാണ് ലാംഗ്വേജ് ബാരിയറും. പലപ്പോഴും നമ്മൾ ഇത് രണ്ട് ബാരിയറായിട്ട് പറയാറുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ലാംഗ്വേജ് ബാരിയർ ഒക്യൂർ വെൻ പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ഡ്യൂ ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഓർ വേരിയിങ് ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ആ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ലാംഗ്വേജ് ബാരിയർ വരുന്നത്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം മനസ്സിലാക്കാതെ പറ്റും. ആ ഒരു ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്, അതായത് അർത്ഥം മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ വാക്കുകൾക്ക് ഡിഫറെൻറ്റ് മീനിങ് ആണ്, അവിടെയൊക്കെയാണ് സെമാൻറ്റിക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ബാരിയർ പറയാം. ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. മൾട്ടി ലിംഗ്വലായിട്ടുള്ള സെറ്റിങ്സ് ആണെന്ന് വിചാരിക്കുക. ഒരു ഓർഗനൈസേഷൻ MNC ആണ്, പല ലാംഗ്വേജിലുള്ള പല വ്യക്തികൾ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓൺ ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഇൻ എ ഡൈവേഴ്സ് എൻവയോൺമെൻറ്റ് പീപ്പിൾ മേ നോട്ട് സ്പീക്ക് ദി സെയിം ലാംഗ്വേജ് ഫ്ലുവൻലി, ലീഡിങ് ടു മിസ്കമ്മ്യൂണിക്കേഷൻ. രണ്ടാമതായിട്ട് ലാക്ക് ഓഫ് കോമൺ ടെർമിനോളജി. എല്ലാവർക്കും ഒരു വാക്കിന് വേണ്ടി ഒറ്റ വേർഡ് ഇല്ലാത്ത സിറ്റുവേഷനാണ്, കോമൺ ടെർമിനോളജി ഇല്ല. അങ്ങനെ വരുമ്പോൾ ടെക്നിക്കൽ ടേംസ് ഓർ സ്ലാഗ്സ് may not understood by everyone in a conversation, especially in cross functional teams. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് ഫങ്ഷണൽ ടീംസ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല, ഒരേ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇതെല്ലാം ലാംഗ്വേജ് ബാരിയറിന് എക്സാമ്പിളാണ്. അടുത്തത് ഇമോഷണൽ ബാരിയറാണ്. നേരത്തെ നമ്മൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് പറഞ്ഞു, അതിൽ തന്നെ പെടുത്താവുന്നതാണ് ഇമോഷണൽ ബാരിയർ. ദീസ് ബാരിയേഴ്സ് റിലേറ്റിംഗ് ടു ദി ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദി ക്ലിയർ മെസ്സേജ് ഡെലിവറി ആൻഡ് റിസപ്ഷൻ. അതായത് ഇമോഷണൽ സ്റ്റേറ്റ് അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു ബാരിയറാക്കി പറയുകയാണെങ്കിൽ അത് ഇമോഷണൽ ബാരിയറാണ്. സോ സൈക്കോളജിക്കൽ ബാരിയറിൻ്റെ ഭാഗമായിട്ട് ഇമോഷണൽ ബാരിയർ അവിടെ ഉണ്ട്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഡിഫെൻസീവ്നെസ്, നമ്മൾ എന്ത് പറഞ്ഞാലും എതിർക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുകയാണ്. സോ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നമ്മൾ എതിർത്തേ പറയൂ എന്നൊരു അപ്രോച്ച്. ചില വ്യക്തികൾ അങ്ങനെ ഉണ്ട്, എന്ത് നല്ല കാര്യം പറഞ്ഞാലും അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നവർ.
ആ ഒരു അപ്രോച്ചാണ് ഡിഫെൻസീവ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. സോ വെൻ എ പേഴ്സൺ ഈസ് ഡിഫെൻസീവ്, ദേ മേ ഷട്ട് ഡൗൺ കമ്മ്യൂണിക്കേഷൻ ഓർ റിജക്റ്റ് എ ഫീഡ്ബാക്ക് ഈവൻ ഇഫ് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ്. പറയുന്ന കാര്യങ്ങൾ എതിർക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അവരത് ഒരു രീതിയിലും ഉൾക്കൊണ്ടെന്ന് വരില്ല. അവരതിനെ എതിർക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എതിർക്കാൻ ശ്രമിക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എതിർക്കാൻ ശ്രമിക്കും, റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, ഫീഡ്ബാക്ക് തരാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. എ പേഴ്സൺ ഫിയേഴ്സ് ജഡ്ജ്മെൻറ്റ് ഓർ റെഡിക്യൂൾ. ദേ മേ അപ്ഹോൾഡ് ഇൻഫർമേഷൻ ഓർ ഫെയിൽ ടു എക്സ്പ്രസ് ദംസെൽഫ് ക്ലിയർലി. സോ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജഡ്ജ് ചെയ്യും എന്നൊരു തോന്നലാണ്. എന്നെ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കും, എന്നെ മോശമായിട്ട് അവർ ചിത്രീകരിക്കും എന്നൊരു ചിന്താഗതി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പറയാതിരിക്കും. അതാണ് മറ്റൊരു പ്രശ്നം. പിന്നെ ഉള്ളത് ഓവർ കോൺഫിഡൻസ് ആണ്. എ പേഴ്സൺ ഹു ഈസ് ഓവർലി കോൺഫിഡൻറ്റ് മെ നോട്ട് ലിസൺ ടു അതേഴ്സ് അസ്യൂമിങ് ദേ ഓൾറെഡി നോ എവറിത്തിങ്. ഓവർ കോൺഫിഡൻ്റ് ആണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ പോയിരിക്കില്ല. എല്ലാം എനിക്കറിയാം, ഞാൻ പറയുന്നത് പോലെയാണ് തന്നെയാണ് കാര്യങ്ങൾ നടക്കേണ്ടതെന്നൊരു ചിന്താഗതി വരും. അതും ഇത്തരത്തിലുള്ളൊരു ഇമോഷണൽ ബാരിയറിൻ്റെ ഭാഗമായിട്ട് പറയാം. സോ ഡിഫെൻസീവ് മെൻറ്റാലിറ്റി, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ഓവർ കോൺഫിഡൻസ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡിഫെൻസീവ് ബാരിയർ. പിന്നെ ടെക്നോളജിക്കൽ ബാരിയറാണ് അടുത്തായിട്ട് പറയാവുന്നത്. നമ്മളത് പലപ്പോഴായിട്ട് കണ്ടു. ടെക്നോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് ബാരിയേഴ്സ് അറൈസ് ഡ്യൂ ടു ദി ചാലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് യൂസിങ് ഓഫ് ടെക്നോളജി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി കാരണം ഉണ്ടാകാവുന്ന ചലഞ്ചസ്, അതാണ് ടെക്നോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. സോ ലൈക്ക് പുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പോരായ്മ, അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ടൂൾസ് തെറ്റായിട്ട് ഉപയോഗിക്കുന്നു, പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. യൂസിങ് റോങ് പ്ലാറ്റ്ഫോം ഫോർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള റൈറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതെ, ഇപ്പോൾ ടെക്സ്റ്റിംഗ്, ഫോർമൽ മെസ്സേജുകൾക്ക് ടെക്സ്റ്റിംഗ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നടക്കണമെന്നില്ല. ലാക്ക് ഓഫ് ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്ത സിറ്റുവേഷനിൽ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അതും കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യാം. ഇതൊക്കെ ടെക്നോളജിക്കൽ ബാരിയേഴ്സിൻ്റെ ഭാഗമാണ്. പുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ, മിസ്യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, ലാക്ക് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി. പിന്നെ ഉള്ളത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ്. ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ട്, പനി വന്നിരിക്കുകയാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെന്നില്ല. സോ അത്തരം സിറ്റുവേഷൻസ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാം. ഫിസിക്കൽ കണ്ടീഷൻസ് ദാറ്റ് മേക്ക് കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചിങ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിയറിംഗ് ഓർ സ്പീച്ചിങ് ഇമ്പയർമെൻറ്റ്സ്, സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹിയറിംഗ് ഡിസബിലിറ്റി വരുവാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ബാധിക്കാം. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, സ്പീച്ച് ഡിഫിക്കൽട്ടീസ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് എന്താണ്? ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഓക്കെ, സോ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ബാരിയേഴ്സിലേക്ക് നമ്മൾ പോയി. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന് ആക്റ്റീവ് ലിസണിങ് ആണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാകുക, 100% കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കേൾക്കുക. സോ പേ അറ്റൻഷൻ, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. ഇതെല്ലാം ചേരുമ്പോഴാണ് ആക്റ്റീവ് ലിസണിങ് ആവുന്നത്. അതൊരു പരിധി വരെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ് കൂട്ടും. രണ്ടാമതൊരു ക്ലിയർ ആൻഡ് കൺസൈസ് മെസ്സേജിങ്. കൃത്യമായിട്ടുള്ള ചുരുങ്ങിയ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ, മെസ്സേജസ് അയക്കുന്ന രീതിയിൽ. സോ ബി ക്ലിയർ ടു ദി പോയിൻറ്റ് വൈൽ കൺവേയിങ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് വലിച്ചു വാരി പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയ്ക്കും. അതുകൊണ്ട് സ്റ്റിക്ക് ടു ദി പോയിൻറ്റ്, അത് കമ്മ്യൂണിക്കേഷൻ്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഫീഡ്ബാക്ക് മെക്കാനിസം, പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻറ്റ് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നൊരു ഫാക്ടറായിട്ട് വരാം. പിന്നെ ഉള്ളത് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് മീഡിയം. റൈറ്റ് മീഡിയം ആയിരിക്കണം റൈറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏത് പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ട ഓഡിയൻസിലേക്ക് എത്താൻ സഹായിക്കുന്നത്, ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പോൾ അർജൻറ്റ് മാറ്റർ ആണെങ്കിൽ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറയണം. അതേസമയം ഒഫീഷ്യൽ ലൈൻസിൽ പോവേണ്ട, ടൈം എടുക്കാവുന്ന കാര്യമാണെങ്കിൽ ഇമെയിൽ മെസ്സേജുകൾ അയക്കണം. ഓക്കെ, തെളിവ് വേണ്ടത് അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മെസ്സേജുകളായിട്ട് പോകണം. അപ്പോൾ അത്തരം റൈറ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദെൻ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, കൾച്ചറൽ ഡിഫറൻസസ് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം. അവിടെ അസംഷൻസ് എടുക്കാതെ കൃത്യമായൊരു ധാരണയിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ റെഡ്യൂസ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഒരുപാട് ഇൻഫർമേഷൻ എത്തുന്നൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഓവർലോഡ് പ്രോസസ്സിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഒരു കാര്യവും മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. ആ ഒരു പ്രശ്നവും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. സോ ദീസ് ആർ ദി ടെക്നിക്സ് ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയർ. ആക്റ്റീവ് ലിസണിങ്, ക്ലിയർ ആൻഡ് കൺസൈസ് മെസ്സേജിങ്, ഫീഡ്ബാക്ക് മെക്കാനിസം, then appropriate medium, cultural sensitivity and reduce the information overload. ഇനി
കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ചില PYQs നമുക്ക് കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ? കമ്മ്യൂണിക്കേഷൻ ബാരിയറിൻ്റെ ലിസ്റ്റ് പെടാത്തതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഫിസിക്കൽ, സെമാൻറ്റിക് ആൻഡ് സൈക്കോളജിക്കൽ, ദീസ് ആർ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. വരാത്തപ്പോൾ ഏതാണ്? ഫിലോസഫിക്കൽ ബാരിയർ എന്ന് പറയുന്നൊരു ബാരിയർ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പിന്നെ ഉള്ളത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബാരിയർ? ഇത്തരം ക്വസ്റ്റ്യൻസ് പലവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് അറ്റൻഷൻ, സെമാൻറ്റിക് ഡിസ്റ്റോർഷൻ, ആംപ്ലിഫൈഡ് ഇമേജ്, ഇൻഫോഗ്രാഫിക്സ്. സെമാൻറ്റിക് ബാരിയർ, സെമാൻറ്റിക് വഴി ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ, തടസ്സങ്ങൾ, അതാണ്. സോ സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ബാരിയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി കമ്മ്യൂണിക്കേറ്റഡ് മെസ്സേജ്? എല്ലായിടത്തും ഇതന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റഡ് മെസ്സേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഏതൊക്കെയാണ്? ഇമോഷണൽ കോഷ്യൻറ്റ്, ജാർഗൺ, പേഴ്സണൽ സ്പേസ്, പ്രീ ജഡ്ജ്മെൻറ്റ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. സോ ജാർഗൺ ഒരു പ്രശ്നമാണ്, പ്രീ ജഡ്ജ്മെൻറ്റ് ഒരു പ്രശ്നമാണ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമാണ്. റൈറ്റ്? സോ റൈറ്റ് ആൻസർ ഈസ് B, D ആൻഡ് E. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ലെക്ചറാണ്. ഡീറ്റെയിൽ ആയിട്ട് 2-3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു MCQ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഈവനിങ്ങിൽ കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഓൾ. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ബൈ.